നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മഹാസമാധിക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഭൗതികദേഹം ഇവിടേക്ക് എത്തിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മഠാധിപതികൾ ഓരോരുത്തരായി ഇവിടേക്ക് ആ രീതിയിൽ മറ്റ് മഠാധിപതികൾ കൂടി ഇവിടേക്ക് എത്തുമെന്ന് അറിയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ എന്തായാലും 3:30 കഴിയെ 4 മണിക്കകം ആ ഒരു സമയമാണ് സമാധിക്കായുള്ള സമയമായി നിശ്ചയിച്ചിരിക്കുന്നത്. വേദമന്ത്രങ്ങളിലേക്ക് അകമ്പടിയോട് കൂടി 40 മിനിറ്റ് നീണ്ട വേദമന്ത്രങ്ങളുടെ അകമ്പടിയോട് കൂടിയായിരിക്കും സമാധി പൂർത്തിയാക്കുക, മഹാസമാധി പൂർത്തിയാക്കുക. ആ രീതിയിൽ പ്രദേശവാസികളടക്കം വിശ്വാസികളും മറ്റുള്ളവരും ഈ വാർത്ത അറിഞ്ഞ് ഇവിടേക്ക് എത്തിയവരും അടക്കം വലിയൊരു ജനക്കൂട്ടം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ. ആ കാവി പുതപ്പിച്ച രീതിയിൽ കാണുന്നതാണ് പുതുതായി നിർമ്മിച്ച ഋഷിപീഠം. ഇവിടെയായിരിക്കും ഗോപൻ സ്വാമിയെ സമാധിയിരുത്തുക. മുൻപുണ്ടായിരുന്ന ഋഷിപീഠത്തിലുണ്ടായിരുന്ന അതേ കൃഷ്ണശിലകളും അതുപോലെ തന്നെ നപുംസക ശിലയും അടക്കമൊക്കെ ഇതിൽ സ്ഥാപിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ആ ഋഷിപീഠത്തിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയത് ഇളയ മകനായിട്ടുള്ള രാജസേനനാണ്. ഒരുപക്ഷെ അവസാന ഒരുക്കങ്ങൾ മറ്റും നോക്കുവാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കർമ്മങ്ങളോ ക്രിയകളോ ഒക്കെ ചെയ്യുവാനോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ദൃശ്യത്തിലൊരു മഠാധിപതിയെ കൂടി കാണാം. അത്തരത്തിൽ മറ്റ് മഠാധിപതികളും ആത്മീയ ആചാര്യന്മാരുമൊക്കെ ഇനിയും ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ പുഷ്പങ്ങളടക്കം അലങ്കരിച്ചുകൊണ്ട് അലങ്കരിച്ചുകൊണ്ടുള്ള ഒരു കർമ്മമാണ് വലിയ രീതിയിൽ ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ നാമജപയാത്രയായി ഗോപൻ സ്വാമിയുടെ ഭൗതികദേഹം ഇവിടേക്ക് എത്തിക്കും. പിന്നീട് 4 മണിക്കുള്ളിൽ തന്നെ സമാധി കർമ്മങ്ങൾ, ഈ പറയപ്പെടുന്ന മഹാസമാധി കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അണ്ണാ അതിനകത്ത് ഇരിപ്പോലെ മാറ്റത്തോണ്ട് വരും. ഹലോ ഇപ്പോഴത്തേക്ക് ആരെങ്കിലും ഉണ്ടെന്നിട്ട് ആരുമില്ല. എന്ത് പറ്റി? അത് തന്നെ പറയട്ടെ. ഈ രണ്ടതിൻ്റെ അടിയിലുണ്ട്. ആ സമാധിൻ്റെ അടിയിൽ 2 അരളിപ്പൂ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഈ സമാധിക്കായിട്ടുള്ള മഹാസമാധിക്കായിട്ടുള്ള അവസാന കർമ്മങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇളയ മകനായിട്ടുള്ള രാജസേനനടക്കം കുടുംബാംഗങ്ങൾ ഒക്കെ ഇതിൻ്റെ സമാധിയുടെ ഭാഗമായി പങ്കെടുക്കുമെന്നുള്ളതാണ്. ക്ലോസ് ചെയ്ത് കാണിച്ചാലും അത്തരത്തിൽ മഠാധിപതികളൊക്കെ ഇതിൻ്റെ ഭാഗമായി കർമ്മങ്ങളിലേക്ക് ഭാഗമായി ആത്മീയ ആചാര്യന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെങ്കൽ ശിവപാർവതി ക്ഷേത്ര മഠാധിപതിയായിട്ടുള്ള മഹേശാനന്ദ സരസ്വതിയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ രീതിയിൽ ഈ സമാധി സ്ഥലത്തേക്കുള്ളിൽ ചില കർമ്മങ്ങളോടൊക്കെ അവസാനവട്ട കർമ്മങ്ങളും ഒരുക്കങ്ങളും കൂടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ വീട്ടിലേക്ക് ഗോപൻ സ്വാമിയുടെ ഈ വസതിയിലേക്ക് ഭൗതികദേഹം എത്തിക്കും. പിന്നീട് കർമ്മങ്ങളിലൊക്കെ അവസാന ഘട്ടം പൂർത്തിയായി വരികയാണ്. ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് ഇളയ മകനായിട്ടുള്ള രാജസേനനാണ്. രാജസേനൻ ഈ കുടുംബക്ഷേത്രത്തിൽ തന്നെ പൂജാരിയായിരിക്കുന്നൊരു വ്യക്തി കൂടിയാണ്. ആ രീതിയിൽ ഈ മഹാസമാധിക്കായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഭൗതികദേഹം ഇവിടേക്ക് എത്തിക്കുക, പിന്നെ വേദമന്ത്രോച്ചാരണങ്ങളിലേക്ക് ഭാഗമായി 40 മിനിറ്റോളം നീണ്ട പൂജാകർമ്മങ്ങൾക്ക് ശേഷമായിരിക്കും ഈ ഋഷിപീഠത്തിലേക്ക് ഗോപൻ സ്വാമിയുടെ ഭൗതികദേഹം ഇരുത്തുക.
പിന്നെ ആ രീതിയിൽ മറ്റ് സമാധിയുടെ പൂജാകർമ്മങ്ങളും വേദമന്ത്ര ഉച്ചാരണങ്ങളോട് കൂടി കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഈ മഹാസമാധി 4 മണിയോടുകൂടി ഈ മഹാസമാധിയുടെ കർമ്മങ്ങളൊക്കെ അവസാനിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത്. അല്പസമയം അധികം വൈകാതെ തന്നെ ഇവിടേക്ക് ഗോപൻ സ്വാമിയുടെ ഭൗതികദേഹം നാമജപ യാത്രയായി അധികം വൈകാതെ തന്നെ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അവസാനഘട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. ഈ ഒരു കാണുന്നത് പോലെ തന്നെ പൂക്കളും കൊണ്ട് മറ്റും അലങ്കരിച്ച ഒരു വേദി പോലെ ഒരുക്കുകയും അതിന് ഉള്ളിൽ ഈ ഒരു ഋഷിപീഠം മറ്റൊരു മഠാധിപതി കൂടി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഈ രീതിയിൽ മഠാധിപതികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ആത്മീയാചാര്യന്മാരുടെയും മഠാധിപതികളുടെയും ഒക്കെ ഒരു നേതൃത്വത്തിൽ സാന്നിധ്യത്തിലാണ് ഈ ഒരു മഹാസമാധി നടത്തുക. അദ്ദേഹത്തിൻ്റെ സമാധി ഒരു രാജാവിനെ പോലെ തന്നെ യാത്രയയക്കും, സമാധി ഉണ്ടാകുമെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ഈ വിശ്വാസാചാര സംഘടനകളുടെ ഭാഗമായിട്ടുള്ള വ്യക്തികൾ മാധ്യമങ്ങളോടക്കം പറഞ്ഞിരുന്നതാണ്. ആ രീതിയിലുള്ള ഒരുക്കങ്ങളും വിപുലമായ ക്രമീകരണങ്ങളോട് കൂടി തന്നെയുള്ള ചടങ്ങുകളുമാണ് ഇപ്പോഴും നടക്കുന്നത്. മറ്റ് മഠാധിപതികൾ കൂടി ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. ഇനിയും മറ്റ് മഠാധിപതികൾ കൂടി എത്രയും പെട്ടെന്ന് തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. അവരുടെയൊക്കെ കാർമ്മികത്വത്തിലായിരിക്കും ഈ ഒരു മഹാസമാധി നടക്കുക. അത്തരത്തിൽ തങ്ങളാലാവുന്ന വിധം ആത്മീയാചാര്യന്മാരെയും മഠാധിപതികളെയും ഇവിടേക്ക് എത്തിച്ച് വലിയൊരു മഹാസമാധിയായി തന്നെയായിരിക്കും ഗോപൻ സ്വാമിയുടെ ഭൗതികദേഹം സമാധി ഇരുത്തുക എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ അതിന് മുന്നേയുള്ള ദിവസങ്ങളെല്ലാം അതിനുള്ളൊരു വ്യക്തത വരുത്തിയിരുന്നു. പ്രത്യേകിച്ചും ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ കൃത്യമായി തന്നെ ഇതിൻ്റെ ഒരു ചുമതല വഹിക്കുന്നുമുണ്ട്. മഠാധിപതികളടക്കം ഈ ഒരു സമാധി പീഠത്തിൻ്റെ അല്ലെങ്കിൽ ഋഷിപീഠത്തിൻ്റെ ഈ ഒരു കർമ്മങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂജാരീതികൾ ഒക്കെ അവസാന ഘട്ടമായി അതിനൊരു മേൽനോട്ടം വഹിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ, കർമ്മങ്ങൾ, മറ്റു കാര്യങ്ങളുമൊക്കെ പരസ്പരം വിശകലനം ചെയ്യുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നാമജപ യാത്രയായി ഗോപൻ സ്വാമിയുടെ ഭൗതികദേഹം നെയ്യാറ്റിൻകര ആറാലുമൂട്ടിലെ ഈ വീട്ടിലേക്ക് എത്തിക്കും. അത്തരത്തിൽ കഴിഞ്ഞ സമാധി പീഠം അല്ലെങ്കിൽ ആ ഒരു സമാധി പൊളിച്ചതിനെ തുടർന്നുണ്ടായ ഭംഗങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള പരിഹാര മാർഗങ്ങൾ അടക്കം ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു മഹാസമാധി പൂർത്തീകരിക്കുക എന്നുള്ള കാര്യം കൂടി കഴിഞ്ഞ സമയങ്ങളിൽ അറിയിച്ചിരുന്നു. എന്നാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് ഗോപൻ സ്വാമിയുടെ ഭൗതികദേഹം എത്തിക്കും. 40 മിനിറ്റോളം നീണ്ട മന്ത്രോച്ചാരണങ്ങളുടെയും വേദമന്ത്രങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി ആ മഹാസമാധി 4 മണിക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അജിത്തിനൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് ടീം.